യേശുവിൽ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ഒരു വള്ളത്തിൽ ഗലീലയ കടലിലൂടെ കഫർനാമിലേക്ക് യാത്ര ആരംഭിച്ചത്. ഇടയ്ക്ക് കൊടുങ്കാറ്റടിച്ച് കടൽ ക്ഷോഭിച്ചപ്പോൾ അവരുടെ യാത്ര ദുഷ്കരമായി അവർക്ക് തോന്നി. യേശു കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തിയപ്പോൾ യേശുവിനെ അവർ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു. ഉടനെ തന്നെ വള്ളം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നാണ് വചനം പറയുക. തീർച്ചയായിട്ടും ഈശോ അവരോടൊപ്പം വള്ളത്തിൽ കയറിയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേർന്നത്. ലോകമാകുന്ന കടലിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നവരാ. ചെറുതും വലുതുമായ അനേകം പദ്ധതികൾ ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിൽ ഒത്തിരി ആവശ്യം കൊടുങ്കാറ്റ്, കടൽക്ഷോഭം എന്നാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ആ ഒരു ദൗത്യ നിർവഹണത്തിൽ നമുക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അവസരത്തിലൊക്കെ യേശു നമ്മുടെ സമീപത്തു കൂടെ നടക്കുന്നുണ്ട്. യേശുവിനെ ഒന്ന് കൂടെ കൂട്ടിയാൽ, നമ്മളോടൊപ്പം ഒന്ന് കയറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹൃദയം അത്ര പരിശുദ്ധമല്ലാത്തതുകൊണ്ട്, ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് മറ്റുള്ളവരോട് പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും പാപത്തിൻ്റെ സാഹചര്യവുമൊക്കെ നമ്മളിലുള്ളപ്പോൾ നമുക്ക് കയറ്റാൻ മടിയാണ്. നമ്മുടെ ഹൃദയം ഒന്ന് പരിശുദ്ധമാക്കിയാൽ, ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ കൂടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.